മോർണിംഗ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോകുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലാസ്റ്റ് ചാപ്റ്ററാണ് 30ാമത്തെ ചാപ്റ്ററാണ് പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ സ്വാധീനം. അപ്പോൾ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. പരിസ്ഥിതിക്കുള്ള പ്രശ്നങ്ങൾ നമുക്ക് 2 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് പ്രകൃതി പ്രത്യാഘാതങ്ങൾ, പ്രകൃതിയാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. 2 എന്താണ്, മനുഷ്യനിർമ്മിതമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ. ഒന്ന് പ്രകൃതി പ്രത്യാഘാതങ്ങളും 2 മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളും. പ്രകൃതി പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് വെള്ളപ്പൊക്കം, ഭൂകമ്പം, കാട്ടുതീ, സുനാമി, ഉരുൾപൊട്ടലൊക്കെ എന്താണ്, പ്രകൃതി ഉണ്ടാക്കുന്നതാണ്. ഇനി മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തൊക്കെയാണ്, വനനശീകരണം, വായു, ജലം, ഭൂമി അങ്ങനെയുള്ള മലിനീകരണങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ ശോഷണം, കീടനാശിനികൾ, ഓസോൺ പാളിയുടെ ശോഷണം, ആഗോളതാപനം, വൃത്തിഹീനമായ ചുറ്റുപാട്, ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല, വായിച്ച് മനസ്സിലാക്കി എഴുതാമെന്ന് തന്നെയുള്ളൂ. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാനൊന്നുമില്ല. കാരണം എന്താ, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നടപടികൾ എന്താണ്, ആ പുഴയുടെ തീരങ്ങളിൽ കെട്ടിടങ്ങളൊന്നും പണിയാൻ അനുവദിക്കരുത്. അതേപോലെ തന്നെ നല്ലോണം എന്താണ്, താഴത്തേക്ക് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുക. അതേപോലെ തന്നെ തോടുകളിലും ജലസംഭരണികളിലൊക്കെ കൃത്യസമയങ്ങളിൽ അതിനെ ആഴം കൂട്ടി വയ്ക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുഴ കരകവിഞ്ഞ് ഒഴുകൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാം. ഇനി ചക്രവാതം എന്ന് പറയുന്നത് ശക്തമായ ലഘുമർദ്ദ വ്യൂഹം, അതിനെയാണെന്ന് പറയുക ചക്രവാതം എന്ന് പറയുക. ശക്തമായിട്ടുള്ള കടലിലുണ്ടാവുന്ന ശക്തമായിട്ട് കാറ്റ് കൊണ്ടുണ്ടാക്കുന്നതാണ്. കാറ്റ് കൊണ്ടുണ്ടാവുന്ന കൂടുതൽ മർദ്ദം കൂടിയിട്ട് കാറ്റ് വന്ന് മർദ്ദം കൂട്ടി ഉണ്ടാക്കുന്ന ചുഴികൾ, അതിനെയാണെന്ന് പറയുക ചക്രവാതം എന്ന് പറയുക. ശക്തമായ ലഘുമർദ്ദ വ്യൂഹം. ഇത് 2 സമയത്താണ് നടക്കുക. 1 മൺസൂണിന് മുന്നും 2 മൺസൂണിന് ശേഷമാണ് നടക്കുക. ഇനി തടയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചക്രവാത സുരക്ഷാ ഉപാധികൾ ഉപയോഗിച്ച് വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുക. ജീർണിച്ച മരങ്ങളും ഉറപ്പില്ലാത്ത വസ്തുക്കളൊക്കെ വീടുകൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ താമസിക്കാതിരിക്കുക. കൂടുതൽ ഭക്ഷണം കുടിവെള്ളവും നേരത്തെ തന്നെ സംഭരിച്ചു വയ്ക്കുക. മണ്ണെണ്ണ നിറച്ച റാന്തൽ, വിളക്ക്, ഫ്ലാഷ് ലൈറ്റ്, തീപ്പെട്ടി, മെഴുകുതിരിയൊക്കെ തയ്യാറാക്കി വയ്ക്കുക. ചക്രവാതം ഉണ്ടാകുമ്പോൾ അപകട മേഖലയിൽ നിന്നും ശരിയായ പാർപ്പിടത്തേക്ക് മാറുക. ചക്രവാതത്തിന് ശേഷം സ്വയം പ്രതിരോധ കുത്തിവെപ്പിന്, കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, അതിനൊക്കെ വിധേയമാവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി അതുപോലെ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ ഉപരിതലത്തിന് പെട്ടെന്ന് ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താണ്, വിള്ളലുകളൊക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഭൂകമ്പം. എങ്ങനെയൊക്കെയാണ് നമുക്ക് തടയാനായിട്ട് പറ്റുക, അതായത് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിവതും സുരക്ഷിത സ്ഥലത്തേക്ക് നീങ്ങി നിൽക്കുക. നിലം പതിക്കാൻ സാധ്യതയുള്ള ഗ്ലാസ്, ജനലുകൾ, വൈദ്യുതി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മാറി നിൽക്കുക. ബീച്ചുകൾ, പുഴകൾ അവരടുത്ത് നിന്നൊക്കെ അകലം പാലിക്കുക. അതൊക്കെയാണ്. ഇനി കാട്ടുതീനെ എങ്ങനെയാണ് മാറ്റുക, ഉണങ്ങിയ ചവറുകൾ, ചുള്ളിക്കമ്പുകൾ, അതൊക്കെ വേനൽക്കാലത്ത് നീക്കം ചെയ്യുക. ചുറ്റും വൃത്താകൃതിയിൽ മണ്ണ് കുഴിച്ചോ വെള്ളം ഉപയോഗിച്ചോ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുക. വളർത്തു മൃഗങ്ങൾ, ഇളകുന്ന സാധനങ്ങളൊക്കെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. പുകയുന്ന ബീഡി, സിഗരറ്റൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അതിലേക്ക് അലക്ഷ്യമായിട്ട് നമ്മൾ വലിച്ചെറിയാൻ പാടില്ല. തീ പിടിച്ചിരിക്കുന്ന കാട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. ഇനി സുനാമി എന്ന് പറയുന്നതാണ്, കടലിനുള്ളിലുണ്ടാവുന്ന ഭൂകമ്പത്തിനെയാണ് നമ്മൾ സുനാമി എന്ന് പറയാം. കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാവുന്ന ഇതാണ് സുനാമി എന്ന് പറയാം. ഇനി ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറകളൊക്കെ ശക്തമായിട്ട് പാറകളൊക്കെ ഗുരുത്വാകർഷണ ശലം കൊണ്ട് ശക്തമായിട്ട് പാറകളിൽ പൊട്ടലുകൾ ഉണ്ടായിട്ട് അവർ ആ മണ്ണും പൊടിയൊക്കെ അടക്കം ശക്തമായിട്ട് ഒലിച്ചിറങ്ങുന്നതിനായിട്ട് എന്ത് പറയുക, നമ്മൾ ഉരുൾപൊട്ടലെന്ന് പറയുന്നത്. ഇനി വനനശീകരണം എന്താണ്, വനത്തെ നശിപ്പിക്കുക. പല രീതിയിൽ നമ്മൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ വെട്ടിയെടുത്തുകൊണ്ടും കാട്ടുതീ സംഭവിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മൾ വനത്തെ നശിപ്പിക്കുന്നതിനെയാണ് വനനശീകരണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മലിനീകരണം എന്ന് പറയുമ്പോൾ ജലമലിനീകരണം ഉണ്ടാവും, വായു മലിനീകരണം ഉണ്ടാവും, ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടാവും.
അപ്പോൾ എന്താണ് മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വായു മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു എന്ന് പറയുന്നത് അസ്വാഭാവികമായിട്ടുള്ള സംയുക്തങ്ങളുടെയൊക്കെ എന്താ പറയുക ഇടകലരൽ മൂലം മലിനീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അശുദ്ധീകരിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ മലിനീകരണം എന്ന് പറയാം. ഓരോ മലിനീകരണങ്ങൾ എന്താണ് മനുഷ്യനെയും പ്രകൃതിയെയും വളരെയധികം ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ മലിനീകരണങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നോക്കിയിട്ട് എഴുതാട്ടാ. ജലമലിനീകരണം എങ്ങനെ ഉണ്ടാവുക? ആ തോടുകളിലും പുഴകളിലൊക്കെ നമ്മൾ അഴുക്ക് വെള്ളം ഒഴുക്കി വിടുന്നത് കൊണ്ട്, ഫാക്ടറികളിൽ നിന്നുള്ള അഴുക്ക് വെള്ളം ഒഴുക്കി വിടുന്നത് കൊണ്ട്, അലക്കുന്നത് കൊണ്ട്, കന്നുകാലികൾ കുളിപ്പിക്കുന്നത് കൊണ്ട്, ഇതൊക്കെ ഞാൻ പറയാത്ത വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ ചെറുപ്പത്തിലേ പറഞ്ഞ് കേട്ടുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെ തടയുക? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ ജലം ശുദ്ധീകരിക്കുക. ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള അഴുക്കുകളെ എന്താ പറയുക ശുദ്ധീകരിച്ചതിന് ശേഷം പുറത്തേക്ക് വിടുക. അങ്ങനെയുള്ള നദികളിലും തോടുകളിലൊക്കെ മലമൂത്ര വിസർജനങ്ങൾ നടത്താതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. വായുമൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ. ശബ്ദമലിനീകരണം അതേപോലെ തന്നെ. എങ്ങനെയാണത് വരുന്നത്? എന്താണ് തടയാനുള്ളത്? ഇനി നമുക്ക് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ നോക്കാം. അതിലൊന്നാണ് ഓസോൺ പാളിയുടെ ശോഷണം. ഓസോൺ പാളി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന് ഒരുപാട് പാളികളുണ്ട്, പല തട്ടുകളായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണാം. സൂര്യനിൽ നിന്നുള്ള UV റേഡിയേഷൻസിനെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ എന്താ പറയുക തടഞ്ഞു നിർത്തുന്നവരാണ് ഓസോൺ പാളികൾ. O3 എന്നാണ് പറയുന്നത്. ഓക്സിജൻ്റെ 3 ആറ്റങ്ങൾ കൂടി ചേർന്നതാണ് ഓസോൺ. അപ്പോൾ ഈ പാളികളിൽ ശോഷണമാണ്, അല്ലാണ്ട് അവിടെ എന്താ പറയുക ഹോൾസ് വീഴല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ UV റേഡിയേഷൻസ് വന്ന് പതിക്കുമ്പോൾ അവിടെ എന്താണ് ഇവർ പിന്നെയും O3 ആയിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ആ UVനകത്തേക്ക് കടത്താതെ നോക്കുക ചെയ്യണത്. അവിടെ തന്നെ റിയാക്ഷൻസ് നടക്കുക ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് വായു മലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന കാർബൺ സംയുക്തങ്ങളുണ്ടല്ലോ, ആ കാർബൺ സംയുക്തങ്ങൾ ഓസോൺ പാളികളിലെത്തിയിട്ട് ഈ പറയുന്ന ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഓസോണിൻ്റെ അളവ് അവിടെ കുറയ്ക്കുക ചെയ്യണത്. ആ ഓസോണിൻ്റെ അളവ് കുറഞ്ഞ ഭാഗങ്ങൾ ആ ഓസോൺ പാളി ഇങ്ങനെ നേർത്ത് വരിക. ഇതാണ് ഓസോൺ പാളിയുടെ ശോഷണം എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഓസോൺ പാളി ശോഷണം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഇനി രണ്ടാമത്താണ് ആഗോള താപനം, ഹരിതഗൃഹ പ്രവാഹം എന്നൊക്കെ പറയുന്നത്. അതെന്താ ഉണ്ടാവുന്നത്? ഭൂമിയിൽ നിന്ന് വരുന്ന ഹരിതഗൃഹവാതകങ്ങൾ മൂലം അന്തരീക്ഷത്തിൻ്റെ താപനില ദിനം പ്രതി കൂടി വരുന്ന അവസ്ഥയാണെന്ത്? ആഗോള താപനം. ഇനി ഫോട്ടോ കെമിക്കൽ സ്മോഗ്, അതായത് സൾഫർ അടങ്ങിയിട്ടുള്ള ഇന്ധനങ്ങൾ കത്തുമ്പോൾ മലിനീകരണമായ സൾഫർ ഡയോക്സൈഡ് വായുവിൽ നിൽക്കും. അത് ഈ നമ്മൾ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാൻ ഒരു സമയം കഴിയുമ്പോൾ പുക പരിശോധിക്കാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ കറുത്ത പുക വരില്ലേ, അതിലൊക്കെയാണ് എന്തുണ്ടാവുക? ഈ സൾഫർ അടങ്ങിയിട്ടുള്ള വായു ഉണ്ടാവുക. ഈ സാധനം വരുമ്പോൾ എന്താ ഇതിങ്ങനെ ഒരു പാളി പോലെ കാണപ്പെടും. ഈ സൾഫർ ഡയോക്സൈഡ് പാളി പോലെ കാണപ്പെടും. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് മഴവെള്ളത്തിൽ ലയിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡ് പോലെ താഴത്തേക്ക് വരും. ഇതിനെയാണ് അമ്ലമഴ എന്നൊക്കെ പറയാം. അമ്ലമഴ എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡൊക്കെ നമ്മൾക്ക് പലതരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം അന്തരീക്ഷത്തിലെത്തുകയും അവിടെ വെച്ചിട്ട് മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളവുമായി ലയിച്ചിട്ട് ആസിഡുകളായിട്ട് താഴത്തേക്ക് വരികയും ചെയ്യും. ഇതിനെയാണ് അമ്ലമഴ എന്ന് പറയാം. ഇനി ആഗോളതാപനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുമ്പോൾ മഞ്ഞുമലകളൊക്കെ ഉരുകിയില്ലേ, സമുദ്രനിരപ്പ് കൂടും, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവും, അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. ചില മത്സ്യങ്ങളുടെ മുട്ട വിരിയുന്നതിന് തടസ്സമാവും. ചിലപ്പോൾ അത് നോക്കി ജീവിക്കുന്നവരുണ്ട്. ഇത്ര താപനിലയിലാണ് അവരുടെ പ്രജനനം നടക്കുക, അല്ലെങ്കിൽ മുട്ട വിരിയാന്നൊക്കെ ഉണ്ട്. അതൊക്കെ പ്രശ്നത്തിലാവും. ഉൽപാദനക്ഷമത കുറയും. കൃഷിയുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയുള്ള കുറച്ച് പ്രകൃതി പ്രശ്നങ്ങളും അതെങ്ങനെ തരണം ചെയ്യാം അതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇത് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ബാക്കി നമുക്ക് എഴുതാവുന്നതാണ്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.